ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. സ്കൈറിസ് എന്ന ബ്രോക്കറിൽ നിന്നും നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് സ്കൈറിസിൻ്റെ ഇവിടെ ഹോം പേജാണ്, ഡാഷ്ബോർഡ് എടുത്തു. ഇവിടെ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരാം. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ എൻ്റെ ബാലൻസ് കിടക്കുന്നത് $1282 എൻ്റെ ബാലൻസ് കിടക്കുന്നത്. അതായത് $1000 ക്യാപിറ്റലും 282 എനിക്ക് കിട്ടിയ പ്രോഫിറ്റുമാണ്. അപ്പം അത് വിഡ്രോ ചെയ്യാനാണ് ഞാനിപ്പോൾ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വാലറ്റ് ബാലൻസ് കാണാം, അത് 0 ആണ് കാണിക്കുന്നത്. അതായത് എൻ്റെ ഫുള്ള് ഫണ്ട് കിടക്കുന്നത് MD5ലാണ് കിടക്കുന്നത്, ട്രേഡിങ്ങിൽ കിടക്കുവാണ്. അപ്പോൾ MD5ൽ കിടക്കുന്ന ആ ഒരു എമൗണ്ട് നമ്മുടെ സ്കൈറിസ് എന്ന ബ്രോക്കറിലേക്ക് ട്രാൻസ്ഫർ ആദ്യം ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ മുകളിലുള്ള ഒരു ആരോ കാണാം, അതായത് സ്കൈറിസ് എന്ന എംബ്ലം കിടക്കുന്നതിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു ആരോ കാണാം. ആ ആരോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വാലറ്റ് എന്ന് കാണാം, ആ വാലറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് MT5 ടു വാലറ്റ് എന്ന ഓപ്ഷൻ കാണാം. അതായത് MT5ൽ കിടക്കുന്ന എമൗണ്ട് നമ്മുടെ വാലറ്റിലേക്ക് കൊണ്ടുവരുവാണ്, അതായത് ബ്രോക്കറിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പം MT5 ടു വാലറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെലക്ട് അക്കൗണ്ട് കൊടുക്കുമ്പോൾ പ്ലീസ് ചൂസ് എന്ന് കാണാം, പ്ലീസ് ചൂസ് കൊടുക്കുക. ഇപ്പം നമുക്കിവിടെ 13,480 എൻ്റെ MT5ൻ്റെ യൂസർ ഐ ഡി ആണ്, അത് സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ ഞാൻ എൻ്റെ MT5ൻ്റെ യൂസർ ഐ ഡി അടിച്ചു കൊടുത്തപ്പോൾ തന്നെ അവിടെ താഴെ അക്കൗണ്ട് ബാലൻസ് കാണിച്ചു 1282. ഈ 1282 നിന്ന് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. ഇതിപ്പോൾ ടോട്ടൽ എമൗണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ഉൾപ്പെടെ 1282 വേണമെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഈ ഒരു എമൗണ്ട് അടിച്ചു കൊടുത്ത് വിഡ്രോ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ എമൗണ്ട് 20 അടിച്ചു കൊടുക്കുവാണ്. തൊട്ട് താഴെയായിട്ട് നോട്ടെന്ന് കാണിക്കും. അവിടെ നോട്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അടിച്ചു കൊടുക്കാം. വിഡ്രോ എന്നോ ബിനാൻസ് എന്നോ ട്രസ്റ്റ് വാലറ്റ് എന്നോ എന്ത് വേണമെങ്കിലും ടൈപ്പ് കൊടുക്കാം നോട്ടായിട്ട്. ഞാൻ അവിടെ ട്രസ്റ്റ് വാലറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ട്രാൻസ്ഫർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ തന്നെ അതിൻ്റെ ഹിസ്റ്ററി കാണിക്കും. താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തിരിച്ച് ഞാൻ ഡാഷ്ബോർഡിലേക്ക് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡാഷ്ബോർഡിൽ വാലറ്റ് ബാലൻസ് $20 ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ വാലറ്റ് വന്നിട്ടുണ്ട്. ഇനി അത് വിഡ്രോ ചെയ്ത് നമുക്ക് ബിനാൻസിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ എങ്ങനെ വിഡ്രോ ചെയ്യുമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ വിഡ്രോ ഫണ്ട്സ് എന്ന ഓപ്ഷൻ കാണാം. ആ വിഡ്രോ ഫണ്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ വേണം, അതുപോലെ USDT ആയിട്ട് വിഡ്രോ ചെയ്യാം. ഇപ്പം ഞാനിവിടെ നിങ്ങൾ കാണിച്ചു തരുന്നത് ബാങ്കിലേക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാം, ഡയറക്റ്റ് ബാങ്കിലേക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ തൊട്ട് താഴെയുള്ള വിഡ്രോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാങ്ക് ട്രാൻസ്ഫർ വിഡ്രോവൽ മിനിമം $15 ആണ് വിഡ്രോവൽ ഫീസ് ഇല്ല, 0 ഫീസിൽ വിഡ്രോ ചെയ്യാം. ബാങ്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ 1 മുതൽ 24 മണിക്കൂറിനുള്ള ടൈമിനുള്ളിൽ നമുക്ക് ക്രെഡിറ്റ് ആവുന്നത്. ഓക്കെ, അത് വിഡ്രോ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ ആദ്യം തന്നെ സെലക്ട് അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണും. ഇവിടെ പ്ലീസ് ചൂസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും കാണിക്കത്തില്ല. അതിൻ്റെ കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ടും അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ മുകളിലുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഡാഷ്ബോർഡിന് തൊട്ട് താഴെയായിട്ട് KYC എന്ന ഓപ്ഷൻ കാണാം. ആ KYC ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ തൊട്ട് താഴെയായിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം. ആ ബാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അക്കൗണ്ട് നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നീ ഡീറ്റെയിൽസ് നമ്മൾ അടിച്ചു കൊടുക്കണം. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പേരെന്താണോ അത് ആദ്യം അടിച്ചു കൊടുക്കുക. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ IFSC കോഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം IBAN നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട്, അവിടെ ഒന്നും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണ്ട. അതിന് തൊട്ട് താഴെ ബാങ്ക് നെയിം എന്ന് കാണാം. ബാങ്ക് നെയിമിനകത്ത് നമ്മുടെ പേരടിച്ചു കൊടുക്കുക. ശേഷം ബാങ്ക് അഡ്രസ്സായിട്ട് നിങ്ങളുടെ ബാങ്കിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. ശേഷം കൺട്രി സെലക്ട് ചെയ്യുക. എന്നിട്ട് ബാങ്ക് പ്രൂഫായിട്ട് നമ്മുടെ ആ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ അടിച്ചു കൊടുത്തു. ഓക്കെ, അടിച്ചു കൊടുത്തതിന് ശേഷം താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽസ് കാണാം, ബാങ്ക് ഡീറ്റെയിൽസ് ലിസ്റ്റ് കാണാം. അവിടെ അത് കമ്പനി അപ്രൂവ് ചെയ്യണം, നമ്മുടെ ബ്രോക്കർ അത് വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്യണം. നിലവിൽ അത് പെൻഡിങ് ആണ്, അപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കുള്ള പ്രോസസ്സാണ്. ഇത് വൺസ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പിന്നെ വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ബാങ്ക് കൊടുത്ത ഡീറ്റെയിൽസ് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പം വീണ്ടും നമുക്ക് ഒന്നുകൂടെ നമ്മൾ എമൗണ്ട് INRൽ വിഡ്രോ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് മുകളിലത്തെ ആരോ ക്ലിക്ക് ചെയ്യുക.
ഡാഷ്ബോർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വിഡ്രോ ഫണ്ട്സ് എന്ന് കാണാം. ആ വിഡ്രോ ഫണ്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാങ്ക് ട്രാൻസ്ഫർ ഉള്ള വിഡ്രോ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ USDT ആണ് വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ USDT താഴെ വിഡ്രോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ബാങ്ക് വഴിയുള്ള വിഡ്രോയിലാണ് നോക്കുന്നത്. അപ്പോൾ വിഡ്രോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെലക്ട് ബാങ്ക് അക്കൗണ്ട് പ്ലീസ് ചൂസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണാം, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വിഡ്രോ ഫ്രം വാലറ്റ് കാണാം, വാലറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ വാലറ്റിലുള്ള ബാലൻസ് നമുക്ക് കാണാം $20 ആണ്. അപ്പോൾ അവിടെ ഉള്ള എമൗണ്ട് എത്രയാണോ നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നോട്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അടിച്ചു കൊടുക്കാം, ബാങ്കിൽ നിന്നോ വിഡ്രോ എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു OTP ബോക്സ് ഉണ്ട്, അവിടെ തൊട്ട് താഴെ തന്നെ റിക്വസ്റ്റ് OTP എന്നൊരു ഓപ്ഷൻ കാണാം. ആ റിക്വസ്റ്റ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ OTP ത്രൂ മെയിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്ത് നോക്കുക OTPക്ക് വേണ്ടി. ഓക്കെ, അപ്പം എനിക്ക് മെയിൽ വന്ന OTP ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിന് തൊട്ട് താഴെയായിട്ട് വിഡ്രോ എന്ന ഓപ്ഷൻ കാണാം. ആ വിഡ്രോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വിഡ്രോ റിക്വസ്റ്റ് കൊടുത്ത് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കൊടുത്ത വിഡ്രോയിൽ നമ്മുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൂഫാണ്. വളരെ ഇൻസ്റ്റൻറ്റ് വിഡ്രോയിലാണ്. ഏകദേശം 15 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ വിഡ്രോയിൽ എൻ്റെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ബാങ്കിലേക്ക് വിഡ്രോയിൽ കൊടുക്കുന്നത്.